നാട്ടിലെ ഏറ്റവും വലിയ സംസാര വിഷയം മഞ്ഞുമൽ ബോയ്സ് ആണ്. റിയൽ മഞ്ഞുമൽ ബോയ്സ് അല്ല, റിയൽ മഞ്ഞുമൽ ബോയ്സ് എന്റെ കൂടെ ഉണ്ട്. ഹലോ, ഞാൻ ഫസ്റ്റ് ഡേ കണ്ടിട്ടോ പടം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് എല്ലാവരും ഇങ്ങനെ എല്ലാവർക്കും ഓൾമോസ്റ്റ് കഥയൊക്കെ അറിയാന്നുള്ള പോലെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു ശ്വാസം വിടാണ്ട് ഇങ്ങനെ എഡ്ജിലിരിക്കുമായിരുന്നു. സോ ഗണപതി തന്നെ തുടങ്ങാം. കാസ്റ്റിംഗ് ഡയറക്ടർ എങ്ങനെയാണ് ഇത്ര ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്? ഇല്ല, അങ്ങനെ എന്താ പറയാ, നമുക്ക് ഈ ക്യാരക്ടർ റിയൽ ക്യാരക്ടേഴ്സിന്റെ ഡോക്യുമെന്ററീസ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവരുടെ ലൈക്ക് ആ പരിപാടി ഇവർ സംസാരിക്കുന്ന പരിപാടി കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കുറച്ച് ഐഡിയകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മെയിനായിട്ട് നമുക്ക് ഇപ്പം 600 ക്യാരക്ടർ ബാലു ചെയ്യണം എന്നുള്ളൊരു സംഭവം വന്നു. അതിൻ്റെ ലൈക്ക് ബ്രദറിൻ്റെ ഒരു ക്യാരക്ടർ അവർ സിബ്ലിങ്സ് ആയിരുന്നു, സിജു മഞ്ഞുമൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ജീൻചേട്ടിലേക്ക് നമ്മളെത്തി. പിന്നെ ഡ്രൈവറിൻ്റെ ക്യാരക്ടർ ഒരു 2-3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ഓപ്ഷൻസിലാണ് റഹ്മാൻ എത്തുന്നത്. പിന്നെ ചന്തുവിൻ്റെ ഒരു 3 നമ്മളിങ്ങനെ ലിസ്റ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനം നമ്മൾ ചന്തുവിലേക്ക് ലോക്ക് ചെയ്തു. ചന്തുവിൻ്റെ കണ്ണും പരിപാടിയും ചന്തുവിൻ്റെ ഫീച്ചേഴ്സ് പ്രത്യേകതകൾ കൊണ്ട്. പിന്നെ വിഷ്ണു അരുകുരാണ് ഏറ്റവും ലാസ്റ്റ് കാസ്റ്റ് ചെയ്യപ്പെടുന്നത്. അത് ലേറ്റ് ആവും, എന്തായാലും அவங்க ലേറ്റസ്റ്റ് ആവുന്നത് അതാ അരുകുരൻ. എന്റേത് ഞാൻ ഇങ്ങനെ ആര് ചെയ്യും ലോകത്ത് ഇത് എങ്ങനെ ഇത് ആരെ കൊണ്ട് ചെയ്യും? ഞാൻ കമൽഹാസൻ സാറിന് ആദ്യം ഉദ്ദേശിച്ചു, പക്ഷെ പുള്ളിക്ക് പ്രായം കൂടിപ്പോയത് കൊണ്ട് മാത്രം ഞാൻ ചെയ്യാൻ കരുതി. അറിഞ്ഞിട്ടുണ്ടാവണം. അല്ല, ഓഫ് കോഴ്സ് പാട്ട് കണ്ടോ നമ്മുടെ അല്ല ഉണ്ടാവും. ചെന്നൈയിലൊക്കെ നല്ല ഗംഭീര റിവ്യൂസ് ആണ്. ചെന്നൈയിലൊക്കെ ഹൗസ്ഫുൾ ഷോസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ പല സ്ഥലത്തും ഭയങ്കര റിവ്യൂസ് ആണ്. പുള്ളിയും കാണുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു, കാണട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മഞ്ഞുമൽ ബോയ്സ് കമലൻ സാറിന് മീറ്റ് ചെയ്യും എന്ന് ആഗ്രഹിക്കുന്നു. അത് ഞങ്ങളുടെ ഭയങ്കര രണ്ടും ഞങ്ങൾ ആക്ച്വലി വളരെ ആഗ്രഹമുള്ള പരിപാടി തന്നെയാണ്. അതെ, നമ്മളിത് ചെയ്യുമ്പോൾ പോലും നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം, എങ്ങനെയെങ്കിലും കമൽഹാസൻ സാറിന് ഇതിന്റെ ഒരു പാട്ട് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഈ സിനിമയുടെ ഒരു ഭാഗമായിട്ട് പുള്ളിയെ മീറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു വലിയൊരു സംഭവം തന്നെയാണ്. അപ്പം അത് സംഭവിക്കട്ടെ. അത് നമ്മളിങ്ങനെ മനഃപൂർവ്വമായിട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഈ സിനിമയുടെ റിവ്യൂസ് വളരെ രീതിയിൽ തമിഴ്നാട്ടിൽ റീച്ച് ആവുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ ശ്രദ്ധയിൽ പെടും എന്ന് ആഗ്രഹിക്കുന്നു. പെടട്ടെ. ഉറപ്പായിട്ടും. കാരണം എന്താ വെച്ചാൽ പുള്ളി കാരണമാണ് ഇത്രയും നമുക്ക് കണ്ട ഒരു എന്താ പറയാ, ഈ സിനിമ കാണുമ്പോൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് ഉള്ളിലൊരു എന്താ ഭയങ്കര ടെൻഷൻ, പേടിയൊക്കെ തോന്നുന്ന ഒരു സ്ഥലത്തിന് പുള്ളി കാരണമാണ് ഇത്ര വൃത്തിയുള്ള ഒരു പേരെങ്കിലും കിട്ടിയത്. ആൾക്കാരെ പേടിപ്പിക്കുന്ന പോലത്തെ ഒരു പേരായിരുന്നു അടുക്കള. അതെ, അത് ശരിക്കും പറഞ്ഞാൽ പുള്ളി ഉള്ളതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു മനുഷ്യപ്പറ്റുള്ള ഒരു പേരെങ്കിലും കിട്ടിയില്ല. അപ്പൊ എന്തായാലും ഈ സിനിമയെ പറ്റിയിട്ടെല്ലാം കമൽഹാസൻ സാറിലേക്ക് ഉറപ്പായിട്ടും എത്തുവാണെങ്കിൽ എന്റെ ഒരു അന്വേഷണം പറഞ്ഞേക്കാം. എന്താ പേര്? ഇരിക്കട്ടെ, പറയാ ചീര ചോദിച്ചത് പറയാ ഞങ്ങള്. ഇത് ഗോകുലം മൂവീസ് പോലെ ഇത്രയും വലിയൊരു ബ്രാൻഡിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങളുടെ ഫിലിമിന് റീച്ച് ആവാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റീച്ചിനെ എത്രത്തോളം എലിവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും? ഭയങ്കര വലിയ രീതിയിൽ ആക്ച്വലി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമയുടെ ഒരു ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ഈ സിനിമ നമ്മൾ ഈ കൂടുതലൊന്നും ഈ ട്രെയിലർ ഇറങ്ങുന്നതിന് മുമ്പ് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ രോമാഞ്ചം പോലെ ജാനമൻ പോലെ ഒരു ഹ്യൂമർ സിനിമ ഒരു സ്ഥിരം അങ്ങനെ നമ്മുടെ യൂത്തിൽ കാണുന്ന ഇപ്പോൾ ബാലു വർഗീസ്, ഗണപതി, ഇവന്മാരൊക്കെ സ്ഥിരം കാണുന്നില്ലേ. ഇവന്മാരൊക്കെ എന്തൊരു കോമഡി പടം ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള വന്നാണ്. പക്ഷേ ആ പോസ്റ്റേഴ്സുകളൊക്കെ വളരെ വലിയ രീതിയിൽ ഇപ്പം റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല എന്താ പറയുക, ഒരുപാട് നല്ല ഫ്ലെക്സുകൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. അല്ലേ, ഇത്രയും വലിയ ഫ്ലെക്സുകളും പരിപാടിയും ട്രെയിനിൽ ഏതൊക്കെയോ ട്രെയിനിൽ. അതെ, ചേർന്നല്ല ഒരു 4 ഫ്ലെക്സ് അടുപ്പിച്ച് അങ്ങനെ ഭയങ്കര രീതിയിൽ ഇവിടെയും കേരളത്തിലും എനിക്ക് തോന്നുന്നു പുറത്തും സ്റ്റേറ്റിൽ പുറത്തായാലും വളരെ രീതിയിൽ ഈ സിനിമയെ ആൾക്കാരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഇപ്പം പടം റിലീസായി ഫസ്റ്റ് ഡേ നമ്മളുടെ പടം നല്ല രീതിയിൽ പടം പോയിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ഡേ രാത്രി നമ്മൾ കേൾക്കുന്നത് അത് ഇത്രയും നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി നമുക്ക് കിട്ടിയതുകൊണ്ട് കൂടിയാണ്. കാര്യം
ഒരു 110ഓളം മിഡ് നൈറ്റ് ഷോസ് തന്നെ ഒരു ദിവസം ഒരു സിനിമക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന അതൊരു നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ ഭാഗ്യം നമുക്ക് കിട്ടി. രാത്രി 11:30 12 മണിക്കൊക്കെ നമ്മുടെ സിനിമ 110ഓളം സ്റ്റേഷനുകളിൽ കളിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആണ് ഞങ്ങൾ മഞ്ഞുമൽ ബോയ്സിന്. ആ സിനിമയിൽ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതിന് ആ ഒരു ആൾക്കാരിലേക്ക് അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിട്ട് എന്തൊരു പ്രിപ്പറേഷൻ ആയിരുന്നു? ശരിക്കും റിയൽ ലൈഫിൽ ഇങ്ങനെ ഭയങ്കര ലൗഡാണോ? ഞാനല്ല ഞാൻ അങ്ങനെ ലൗഡല്ല, പക്ഷേ സിക്സൻ ഭയങ്കര ലൗഡാണ്. എൻ്റെ പ്രിപ്പറേഷൻ എന്നല്ല, എൻ്റെ കൈൻഡ് ഓഫ് പ്രിപ്പറേഷനാണ്. ഇയാളുടെ നമ്മളുടെ സിനിമയ്ക്ക് വേണ്ടി നമ്മളെ മൊത്തം ഗ്രൂപ്പ് ഓഫ് ഇതേ സെറ്റ് ഓഫ് പീപ്പിളിനെ ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്, അവരായിട്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഈ പടത്തിന് ഇൻ്റർവ്യൂസിൽ ഞങ്ങളല്ല ദ റിയൽ മഞ്ഞുമൽ ബോയ്സിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരൊക്കെയാണ് ഓരോ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്തേക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ സഹായിച്ചേക്കുന്നത് ഇവർ തന്നെയാണ്. നമ്മളവരുടെ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഒരു പരിപാടിയാണ്. സിക്സൻ വളരെ ലൗഡാണ്. ശരിക്കും സിക്സൻ്റെ അത്ര ലൗഡറായിട്ടുള്ളൊരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് ചിലപ്പോൾ സിക്സൻ്റെ വിളിയിൽ സുഭാഷ് കേൾക്കുക. അപ്പോൾ അത്രയും ലൗഡായിട്ടുള്ള ക്യാരക്ടറാണ് സിക്സൻ. അപ്പോൾ അതിനുവേണ്ടി സ്വന്തം ഇൻപുട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ ഇതിൽ കുറച്ച് ഇങ്ങനെ ചെയ്യാം എന്നാണോ, അതോ ഇങ്ങനെ തന്നെ അഡാപ്റ്റ് ചെയ്ത് ഒരു പുള്ളി ഇങ്ങനെയാണ് അപ്പൊ അങ്ങനെ തന്നെ ഒരു അബ്സോർബ് ചെയ്ത് അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്നായിരുന്നു? അങ്ങനെയൊന്നും നമുക്ക് മറ്റേ ഭയങ്കര ആധികാരികമായിട്ടുള്ള അഭിനയത്തിന് വേണ്ടി ആ ക്യാരക്ടർ ഞാൻ അങ്ങനെ ആവാഹിച്ചെന്നുള്ള പരിപാടിയൊന്നും എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും അങ്ങനത്തെ ഒരു പരിപാടി പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ സൈഡിൽ നിന്ന് മറ്റൊന്ന് പക്ഷെ നമ്മൾ ഈ ഓരോരുത്തരും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ മാനറിസംസ് നമ്മൾ പിടിക്കുമായിരുന്നു. അത് വെച്ചിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു, പെർഫോം ചെയ്തു, അത്രേ ഉള്ളൂ. ശരിക്കും നമ്മളൊരു റിയൽ ലൈഫ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് മൂവി ആകുമ്പോൾ അതിൽ കുറച്ചൊക്കെ ഒരു ഫിലിം അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡ്രാമ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഈ റിയൽ മഞ്ഞുമൽ ബോയ്സിന്റെ ഒക്കെ ഒരു ഇന്റർവ്യൂ അവര് പറയുന്നത് പ്രസ് മീറ്റിലൊക്കെ അവർ പറയുന്നത് കഴിഞ്ഞാൽ ഇതാ ഞങ്ങളുടെ ലൈഫ് കണ്ടതുപോലെയാണ്, ഇതൊന്നും സിനിമയായിട്ട് ഞങ്ങൾക്ക് തോന്നില്ല, എക്സാക്ട്ലി ഇതാണ് ഞങ്ങളുടെ നടന്നത് എന്നാണ്. അപ്പം ഇതിനെ ഒട്ടും ഡ്രാമ ആക്കണ്ട, ഒട്ടും ഫിലിമി ആക്കണ്ട, ഇങ്ങനെ തന്നെ ഒരു റീക്രിയേഷൻ തന്നെ വേണം എന്നുള്ളൊരു പ്ലാൻ ആരുടെയാണ്? അല്ല, ആക്ച്വലി 95% അവിടെ റിയലി നടന്ന കാര്യം അത് വളരെ നല്ല രീതിയിൽ ഡ്രാമാറ്റിക് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഡയറക്ടറിന്റെ കഴിവ്. ആക്ച്വലി വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ് അവിടെ നടന്നിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഒരു ഡ്രാമയുണ്ട്. ഇത്ര വലിയൊരു പ്രശ്നം ഇവര് പോയി സംസാരിക്കാൻ വേണ്ടി നോക്കുന്നു, ഇവരുടെ അടുത്ത് വലിയ ഡ്രാമയെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റേ അവിടുത്തെ പല ആൾക്കാരായാലും എല്ലായിടത്തും ഇവർക്ക് പ്രോപ്പർ ഒരു റെസ്പോൺസ് കിട്ടുന്നില്ല. അതിനകത്ത് വലിയൊരു ഡ്രാമ ഒറിജിനലായിട്ട് നടന്നിട്ടുണ്ട്. അതിപ്പോ ചിലപ്പോ ഞങ്ങളിപ്പോ പറഞ്ഞതിനേക്കാളും ഉപരിയായിട്ട് ചിലപ്പോ നമ്മുടെ ഡോക്യുമെന്ററി മനസ്സിലാവും. ഇതിൽ പക്ഷേ വേറെ സിനിമാറ്റിക് ഗിമ്മിക്സ് ഉപയോഗിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ഇവരെ ഓവർ ഫിലിമിന്നല്ല, ലൈക്ക് ഈ ക്യാരക്ടേഴ്സിന് വേണ്ടി ഒരു പ്രണയമോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ലൈക്ക് വേറെ ഡീവിയേഷൻ ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് വേറെ എന്തെങ്കിലും ഇവരുടെ പരിപാടികളിൽ അങ്ങനെ ഒന്നും പോവാതെ ലൈക്ക് കറക്റ്റ് എന്താണ് ഇവർ സംഭവിച്ചിരിക്കുന്നത്, ഇവരാ ടൂർ പോകുന്നത്, അത് ഒട്ടും ബോറടിപ്പിക്കാതെ കാര്യത്തിൽ നിന്നേക്ക് നമ്മുടെ ഈ വിഷയത്തിൽ നിന്ന് മാറാതെ കൃത്യമായിട്ട് അത് പറഞ്ഞു പോകാൻ സാധിച്ചിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. ഓൾമോസ്റ്റ് 2 കൊല്ലം. ഈ ഒരു കാസ്റ്റിംഗ് ആണെങ്കിലും ഇവരൊക്കെ ഓക്കെ, ഈ തമിഴ് ആൾക്കാരെ കാസ്റ്റ് ചെയ്ത ആ ഒരു സംഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഓഡീഷൻ ആണോ അതോ? ഉറപ്പായിട്ട് ഓഡീഷനാണ്. നമ്മൾ ആദ്യം ഒരു ഓൺലൈൻ ഓഡീഷൻ പരിപാടി വെച്ചു. അത് നമ്മൾ കുറേ ആൾക്കാരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിൽട്ടർ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഞാൻ പ്രൊഡക്ഷനിലൂടെ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ഓൺലൈൻ മാത്രം ചെയ്താൽ പോലെ എനിക്ക് അവിടെ പോയി അവിടെ നിന്ന് തന്നെ നമുക്ക് ആൾക്കാരെ നിന്ന് ചെയ്യിക്കണം എന്ന് പറയുന്നു. അപ്പം അവരത് ഭയങ്കര വില്ലിംഗ് ആയിട്ട് സപ്പോർട്ടീവായിട്ട് നിന്നു. അങ്ങനെ ഞാൻ എൻ്റെ അസോസിയേറ്റും ശ്രീരാഗും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് അവരുടെ ഓഡീഷൻ നടത്തി കുറേ. അപ്പോൾ അതിൽ തമിഴിൽ നമുക്ക് റാംസി എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്. പുള്ളി എനിക്ക് മുമ്പേ അറിയാം. അപ്പം പുള്ളി ഒരുപാട് ഇതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരുപാട് തിയേറ്ററിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവരുടെ ഓഡീഷൻ ചെയ്യാൻ, അത് നമ്മളൊരു 10-80 ആൾക്കാരെ ഓഡീഷൻ ചെയ്ത് അതിന് ഫിൽട്ടർ ചെയ്തെടുത്തതാണ്. അത് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് ഇവിടെ പറയുമ്പോൾ നാട്ടിൽ ചേരുന്നില്ല. ഇപ്പോൾ സൗബിക്കയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ക്യാരക്ടർ, അമ്മയായിട്ട് അഭിനയിക്കുന്ന ബാസിയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ക്യാരക്ടർ, നാട്ടിലെ കുറച്ച് അങ്ങനത്തെയുള്ള ആൾക്കാരൊക്കെ ചേർന്നല്ലൂരിനും വരാപ്പുഴ അങ്ങനെ ആ ഭാഗത്തു നിന്നൊക്കെയുള്ള നമ്മൾ ഓഡിഷനൊക്കെ ചെയ്തിട്ട് അവിടെ നിന്നും ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു.
അങ്ങനെയൊക്കെ അവിടെ നിന്നൊക്കെ അങ്ങനെ ചെയ്താണ് എടുത്തത്. ചന്തു എന്ത് പറഞ്ഞു സലീം പടം കണ്ടിട്ട്? അല്ല, സിനിമ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. അടുത്ത ദിവസം തന്നെ കാണും. ഓക്കെ. ടെൻഷൻ ആയതുകൊണ്ട് സിനിമ കാണാൻ പോയിട്ടില്ല തിയേറ്ററിൽ സിനിമ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് സിനിമ വന്നു, ഗണപതിയുടെ കോള് വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ ആദ്യം പറഞ്ഞത്? ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ ഒരു കോള് വന്നു, എനിക്ക് ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഓടി ഡിസ്കസ് ചെയ്തില്ല. ഏത് ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ എന്റെ ചോദിച്ചു എന്താ സംഭവം, പരിപാടി എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് കഥ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അഡ്വൈസ് ഒന്നും തന്നില്ല ഇങ്ങനെ ചെയ്യണം. അങ്ങനെയൊന്നുമില്ല. അഡ്വൈസ് ഞാൻ ഗണുവിന്റെ അടുത്തൊക്കെ ചോദിക്കാം. അച്ഛനെ നമ്മൾ അഡ്വൈസ് ഒന്നും ചെയ്യൊന്നുമില്ല. ഇങ്ങനെ ജീവിക്കണം മോനെ, നീ അങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ. അതല്ല ഞാൻ പറഞ്ഞ അങ്ങനെ ക്യാരക്ടറായിട്ട് ആധികാരികമായിട്ട് അങ്ങ് സലീമേട്ടൻ നിങ്ങൾക്ക് വേറെ മനുഷ്യനാണ്. നമ്മളോട് ഇങ്ങനെ ഇത് ചെയ്താലേ ഇതാവുള്ളൂന്നൊന്നുമല്ല. നിന്റെ വഴി നീ കൊത്തിക്കോ, നീ ചെയ്തോ, നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ എന്നുള്ള രീതിയാണ്. അതെ, ഇത് കഴിഞ്ഞിട്ട് ഇനി എന്താ വക്കീൽ പണിക്ക് തന്നെ പോണം എന്നാണോ, അതോ ഇനി ഞാൻ അത് നിർത്തി കണ്ടിന്യൂസ്ലി ഇനി വക്കീൽ പണി എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സിനിമ കിട്ടാണ്ടായപ്പോ ഞാൻ പോയതാ വക്കീൽ പണിക്ക്. അല്ല, നിയമം അറിയുന്ന ഒരു നടനുണ്ടെങ്കിൽ നമ്മളിവിടെ നല്ലതല്ലേ. പിന്നെ അല്ലാതെ എനിക്ക് വക്കീൽ പണിയോട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പോയി ചേർന്നല്ല. ഇനിയിപ്പോ വക്കീലായിട്ടും ഡോക്ടറായിട്ടും എല്ലാത്തായിട്ടും അഭിനയിക്കാലോ. അങ്ങനെ ഞാൻ പോയതാ വക്കീലാവാനായിട്ട്. എടുത്തിരിക്കുകയായിരുന്നു പറയാം. അപ്പൊ എന്താണ് ഇഷ്ടം നോക്കിയപ്പോ വക്കീലാവാൻ ഇഷ്ടം. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ അഡ്വക്കേറ്റ് തോന്നി, അങ്ങനെ പോയി. എന്തിനാ അഹങ്കാരം നിനക്ക്? വേറെ പണി വല്ലതും വേണ്ടേ? പണിയില്ല, നമ്മള് വക്കീൽ പഠിക്കാതെ പണി പല വാർക്ക് വക്കീൽ പഠിക്കാൻ പോയി കഴിഞ്ഞിട്ട് അത്രയും നാളോട് പഠിക്കാം, അല്ലെങ്കിൽ പിന്നെ ജോലിക്കൊക്കെ പോണ്ടി വരും. അത് വരില്ല. വേറെ ഇവനും അച്ഛന്റെ പോലെ വേറെ അതുകൊണ്ട് വളരെ നല്ല കാര്യം. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഓഡിയൻസിന്റെ കൂടെ ഇരുന്നിട്ട് ആ ഒരു ബിഗ് സ്ക്രീനിൽ ഈ ഒരു ഫസ്റ്റ് ഡേ മൂവി കണ്ടപ്പോൾ ഫീലിംഗ്? ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പോണതിന് മുന്നേക്ക്. പിന്നെന്താ, എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഇത് ഞാൻ ഈ ഫൈനൽ കട്ട് ഇതുവരെ കണ്ടിട്ടുണ്ടായില്ല. അതിക്ക് മുന്നേ നമ്മൾ സിനിമ കാണുന്നുണ്ട്. പിന്നെ മ്യൂസിക്കും സൗണ്ടും VFX കൂടി മൊത്തത്തിൽ പടം കാണുമ്പോൾ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല ആക്ച്വലി. അപ്പോൾ നമ്മളിത് സക്സസ് ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്തായാലും. പക്ഷേ ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞെട്ടി ആ സമയത്ത്. ഫാമിലി എല്ലാം കണ്ടിട്ടെന്ന് പറഞ്ഞു, ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ നല്ല അഭിപ്രായം തന്നെയാണ് എല്ലാവരും. കുറച്ചുകൂടി അമ്മ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഈ പടം കഴിഞ്ഞപ്പോ അച്ഛനമ്മയ്ക്കൊക്കെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം കാണാനായിട്ട് അവരുണ്ടാവില്ല എന്നൊക്കെ ഉള്ള ഒരു സാധനമൊക്കെ എനിക്കുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കുറച്ച് ഇഷ്യൂ ആയിരുന്നു അത്. അപ്പൊ അവരുണ്ടായിരുന്നു പടം കാണാനായിട്ട്. അപ്പൊ ഞാൻ ഇതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിരുന്നേ, നമ്മ ആദ്യമായിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നത് അന്നാണെന്നുള്ളത്. അതെ അതെ, ഭയങ്കര ഹാപ്പിയാണ് അവര്. പിന്നെ ചിലപ്പോ അവര് ഉദ്ദേശിക്കുന്നത് മോൻ ചിലപ്പോ സക്സസ് ആയിട്ടുണ്ടാവും ഇതോടെ എന്നൊക്കെ ഉള്ളൊരു ഇതായിരിക്കാം. അപ്പൊ ആ ഒരു സന്തോഷമാണ് അതിൽ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയാൻ തോന്നിയത്. ഇതില് ഗണപതി ഇങ്ങനെ ഒരു ക്യാരക്ടർ ആണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് പറഞ്ഞ സമയത്ത് ആദ്യം മൈൻഡിൽ വന്നൊരു സംഭവം എന്തായിരുന്നു? ഒരു റിയൽ ലൈഫ് സ്റ്റോറി ആണല്ലോ, അപ്പൊ എനിക്ക് ആദ്യം പോയിട്ട് ആ പുള്ളിനെ ഒന്ന് മീറ്റ് ചെയ്യണം എന്ന്. എങ്ങനെയാണ് ഇത് നരേറ്റ് ചെയ്ത് തന്നത് ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച്? എന്നെ വിളിച്ച ഇപ്പൊ വേറെ ഇന്റർവ്യൂ പറയാൻ 2023 ന്യൂ ഇയറിന്റെ അടുത്ത ദിവസമാണ് വീട്ടിൽ വിളിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പുതിയ തുടക്കം. അപ്പൊ ഞാൻ പിന്നെ അതിനു മുമ്പേ ചിതുവിന്റെ അടുത്ത് ചാൻസ് വയ്ക്കാൻ പറ്റും. അപ്പൊ ചിതുവോട് വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ജാനവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചിതുവായിട്ട് ഒരു പേഴ്സണൽ കണക്ട് തോന്നി. ഞങ്ങൾ വളരെ ചുരുക്കം സമയം ചെലവഴിച്ചെങ്കിലും ഒരു പേഴ്സണൽ ഒരു കണക്ട് തോന്നിയിരുന്നു. അപ്പൊ ചിതുവോട് വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെയും മഞ്ഞുമേലിൽ ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് പിന്നെ ഞങ്ങളെല്ലാവരും അവതരിപ്പിച്ച കഥാപാത്രങ്ങളെല്ലാം ഇപ്പോഴും ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടില്ല ആസ് എൻ ആക്ടർ. സോ അവരെ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് പോയി മീറ്റ് ചെയ്യുക, അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ നാട്, ചുറ്റുപാട്, അവർ വളർന്നു വരുന്ന സാഹചര്യം, ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഭാഷ, ശ്രേഷ്ഠങ്ങൾ, എല്ലാവരും
അത്യാവശ്യം ഒബ്സർവ് ചെയ്തു. സോ അത് ഭയങ്കര ചാലഞ്ചിങ്, ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആസ് ആൻ ആക്ടർ. ഇത് കഴിഞ്ഞിട്ട് റിയൽ ആയിട്ടുള്ള ആള് കണ്ടിട്ട് ഈ ഒരു മൂവി കണ്ടിട്ട് എന്ത് പറഞ്ഞു? ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഇങ്ങനെ തന്നെയാണ് ഞാനങ്ങനെ പുള്ളിയുടെ കറക്റ്റ് മാനറിസംസ് പിടിച്ചു പോലെ അങ്ങനൊന്നുമില്ല. ഞാൻ ചിതുവിടെ ഒരു ബ്രീഫിൽ ഞാൻ ചെയ്തു പോകുമായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്ത് എനിക്ക് ഇച്ചും കൂടെ ബാലു അല്ലെങ്കിൽ വേണു, എസ്പെഷ്യലി ബാലു എനിക്ക് തോന്നുന്നു ചേട്ടന്റെ ക്യാരക്ടർ അതേപോലെ ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ക്യാരക്ടർ ആക്ച്വലി കാമാണ്. ഇപ്പൊ സിക്സൻ ചേട്ടൻ അല്ലെങ്കിൽ അഭിലാഷ് ചേട്ടൻ അല്ലെങ്കിൽ തങ്കിച്ചേട്ടനൊക്കെ ഞങ്ങൾ മീറ്റ് ചെയ്തോളാം, ഞങ്ങളെല്ലാം ടൈം സ്പെൻഡ് ചെയ്തോളാം. പക്ഷെ എന്റെ പേഴ്സണൽ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ചെയ്ത കഥാപാത്രം ഇച്ചിരി കൂടെ ഒരു കാം മനുഷ്യനായിട്ടാണ് തോന്നി. സുഹിത്തായിട്ട് സുധേന ഒരു ബ്രദറുണ്ട്, ഒരു ബിസിനസ് ഒക്കെ ഇപ്പോഴും നടത്തുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ ബ്രദറുണ്ട്, അത് എന്റെ നമ്മുടെ സിനിമയിൽ അഭിനയിച്ച വിവേക് കണ്ടു എന്ന് പറഞ്ഞ ആക്ടറാണ്. സോ അങ്ങനെ തന്നെ ബാറ്റനോട് ഇത് ഈ ഒരു മൂവി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് റിയൽ ആയിട്ടുള്ള ആള് വന്നിട്ട് എന്നോട് ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഞാൻ പക്ക എന്നെ കറക്റ്റ് ആയിട്ട് ചെയ്തു, അങ്ങനെ ഉറപ്പായിട്ടും പുള്ളിക്ക് ഇടിച്ച് കടിച്ചില്ലാതേ ഉള്ളൂ. അച്ഛാനെ പറയും അച്ഛാ ഇത് ഞാൻ തന്നെ വണ്ടി ഇവര് ഭയങ്കര കൂട്ടാണ്. അല്ലെ ഞാൻ പറഞ്ഞത് അത് ഇവര് ഭയങ്കര സിക്സർ ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി. ബാലുവിനെ ഭയങ്കര എല്ലാരും ഇഷ്ടമാണ്. പിന്നെ സിക്സണ് ബാലുവാണ് ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് അതിനേക്കാളും സന്തോഷമാണ് സിക്സണ്. അത് ഭയങ്കര കണക്ട് ആയിരുന്നു. ഇപ്പൊ എന്തായാലും ആ ഒരു ക്യാരക്ടർ ആണല്ലോ ചെയ്തത്. പുള്ളിയുടെ ആദ്യത്തെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടർ? അല്ല അതായിരുന്നു എനിക്കിപ്പോ ഈ സിനിമയിൽ ഇപ്പോ പുറത്തിറങ്ങിയിട്ട് മറ്റേ പല ആൾക്കാരും വന്നിട്ട് അല്ലെങ്കിൽ കുറെ ഇന്റർവ്യൂവിന് ആൾക്കാരോ അല്ലെങ്കിൽ പല പ്രസ്സിലെ വലിയ ആൾക്കാർ വന്നിട്ട് ആ സിനിമയിൽ അങ്ങനെ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞതിനേക്കാളും എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഇവരുടെ മുഖത്ത് നോക്കിയിട്ട് ഇവര് ഓക്കെ എന്ന് പറഞ്ഞാലേ നമുക്ക് അതിനകത്തൊരു അവരോട് നീതി പുലർത്തിയാലേ ഈ പടം വിജയിച്ചുള്ളൂ. അതിപ്പോ അതാണ് ഈ പടത്തിലെ ഏറ്റവും വലിയ സംഭവം. അതെനിക്ക് ആദ്യം സിക്സ് മറ്റേ മച്ചാനെ മറ്റേ പാടേ എന്ന് പറഞ്ഞിട്ടായിരുന്നു എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്റെ വീടിന്റെ മുമ്പിൽ ഫ്ലെക്സ് വെക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അപ്പൊ അതിനേക്കാളും വലിയ അവാർഡൊന്നും കിട്ടാനൊന്നുമില്ല. സോ റിയലി ഹാപ്പി. എനിക്ക് ഇത് ഇന്റർവ്യൂ കഴിയുന്നതിന് മുന്നേ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിൽ ഏതാണ് റിയൽ ഏതാണ് സെറ്റ്? ചെറിയൊരു കാര്യം എനിക്ക് ചോദിക്കാം. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് കുറെ സിനിമ അവിടെ നിന്നൊക്കെ എനിക്ക് പല സ്ഥലത്തുനിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതാണോ സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ഇതാണോ ഇതിൽ ഏതാ? കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാരും ഒന്ന് വിട്ടു, ഒരു അതിൽ എല്ലാരും ആ ഒരു അത് നിങ്ങൾ വിടുക എന്നുള്ളതാണ്. നിങ്ങൾ അതിന് നിങ്ങൾ സിനിമ അനുഭവിക്കുക, എന്നിട്ട് സിനിമ കണ്ടു പിന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. അല്ല അത് അതിനു വേണ്ടി ഒരു ഡോക്യുമെന്ററി ഇറങ്ങും. അപ്പൊ അതിൽ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. ഇതിന്റെ നമ്മള് കൂടുതൽ അത് പറഞ്ഞു കഴിഞ്ഞാലും അത് ശരിക്കും മോശമാണ്. ആൾക്കാരെ മറ്റേ ഇതാണെന്നൊക്കെ പറഞ്ഞ് തോന്നാനുള്ള പരിപാടി. അത് ഫീൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണല്ലോ അതിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത്. അല്ല ഇതിപ്പോ ഈ മനസ്സിലായില്ല എന്ന് പറയുന്നത് തന്നെയാണ് അജയേട്ടന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ അവാർഡ്. പുള്ളി അത്രയും പണിയെടുത്തുള്ള ഒരു പരിപാടിയാണ്. ഞങ്ങൾ അതിന്റെ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് കഴിഞ്ഞൊരു ഇന്റർവ്യൂല് ഷൈജുക പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അതിനകത്ത് കുറച്ച് സെറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അത് ഇപ്പോഴും പക്ഷെ സിനിമ കണ്ടിട്ടും പലരും നമ്മളതുകൊണ്ട് ഏതാണ് അതിനകത്ത് അതാണോ സെറ്റ് ഇതാണോ സെറ്റ് എന്നൊക്കെ നമ്മുടെ കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അത് തന്നെ അടിപൊളിയല്ലേ? ഏതാണ് സെറ്റ് എന്ന് മനസ്സിലാകാതിരിക്കണാണല്ലോ ശരിക്കും ഒരു ആർട്ട് ഡയറക്ടറിന്റെ വിജയം. അല്ലെങ്കിൽ ആ സെറ്റ് നല്ലായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരിക്കലും ആർട്ട് ഡയറക്ടറിന്റെ വിജയമല്ല, അത് അയാളുടെ പരാജയം തന്നെയാണ്. പക്ഷെ ഇതൊരിക്കലും ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ. അത് തന്നെയാണ് അജയന്റെ കൂടുതലുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും കാണുമ്പോൾ ഇപ്പോഴല്ലേ കാണുമ്പോൾ ചോദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചത്. എന്തായാലും മഞ്ഞുമൽ ബോയ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് എന്തായാലും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും 100%. സോ ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാവരെയും അതിന്റെ വിജയത്തിന് ശേഷം കാണാൻ പറ്റിയത്. താങ്ക് യു സോ മച്ച്.